കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തൊട്ടുള്ള വീഡിയോ ആണ്. രാവിലെ തൊട്ടല്ല, ഒരു പുട്ടും ബീഫ് കറി. അപ്പം നമ്മൾ പുട്ടിനെല്ലാം പൊടി കുഴക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ടാക്കുന്നില്ല അല്ലേ? അപ്പം നമുക്കിന്ന് വീഡിയോ എടുത്തിരുന്ന നമ്മൾ നിവേദ് കൂട്ടനാണ്. ഞാൻ പുട്ടിന് പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കാറുള്ളത്, ചൂടുവെള്ളമൊന്നും കുഴക്കാറില്ല. അപ്പം നമ്മൾ ബീഫ് കറി ആയതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റിലെ ഫുള്ള് ആക്കുന്നുണ്ട്, പിന്നെ കപ്പയാക്കുന്നുണ്ട്. മാവിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുഴച്ച് വെക്കും. കുട്ടിയുടെ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എടുത്തിട്ട്. കാച്ചിപ്പൊടി ആയതുകൊണ്ടാണ് ഇഷ്ടം. കാട്ടുവിൻ്റെ വാവ മീനൂട്ട് കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് വന്ന് മീനൂട്ട് കുരുത്തക്കേടാണേ. മീനു അത് വരുന്ന ഈ കട്ടയെല്ലാം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഇത് ഭാജീൻ്റെ മുട്ടോടി ആയിട്ട് ഇങ്ങനെ കട്ട വരുന്ന അന്നത്തെ ഒന്നും അങ്ങനെ വരില്ല. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഭയങ്കര മഴയാണ്. കറണ്ട് ഇത്രയും നേരം ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നത്. നമ്മുടെ പൊടി ഒഴിച്ച് സെറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ സ്പൂണും കൊണ്ടാകുമ്പോൾ എവിടെയും വേറെ പോകുന്നു. കൈ കൊണ്ട് ഇടുമ്പോൾ മുട്ടോട് വേറെ. അപ്പം നമ്മളെ നിവേദ് കൂട്ടൻ്റെ ഇന്നലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ +1 ഇത് കിട്ടിയിട്ടുണ്ട്, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അത് മണക്കട സ്കൂളിലാണ് കിട്ടിയിട്ടില്ലേ. അപ്പം നമ്മൾ 3 അലോട്ട്മെൻറ്റ് കൂടെ നോക്കിയിട്ടാകുമ്പം ഏത് അടുത്തുള്ള സ്കൂൾ കിട്ടുമെങ്കിൽ അവിടെ വിടാതെ. മണക്കട അടുത്താണ്, എന്നാലും കുറച്ച് ദൂരമുണ്ട്. എന്നാലും കണിയഞ്ചാൽ വയറ്റുമ്പോൾ ആലക്കോടും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മണക്കടവിലേക്ക്. അപ്പം നമ്മൾ ഇത്രയും ചുറ്റുവട്ടത്തിലത് ആലക്കോടും വയറ്റുമ്പും കണിയഞ്ചാലിലാണ് അടുത്ത്. അവിടെ കിട്ടുമെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. അങ്ങനെ 3 അലോട്ട്മെൻറ്റ് നോക്കിയിട്ടേ നമ്മൾ കൺഫേം ചെയ്യുന്നുള്ളൂ എവിടെയാ ഇടണ്ടേ എന്നുള്ളത്. 3 പ്രാവശ്യം മക്കള വരുന്നെങ്കിൽ അവിടെ തന്നെ അല്ലേ. എന്നാലും നമ്മൾ ബീഫ് വേകാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം നമ്മൾ ബീഫ് വേകാൻ വെക്കുന്നുണ്ട്. അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതക്കാൻ പറഞ്ഞിട്ട് നിവേദ് കൂട്ടനാക്കിയതുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് മഞ്ഞളിട്ടു. അതുപോലെ തന്നെ കുരുമുളക് ഇടുന്നുണ്ട്. കുരുമുളക് കുറച്ച് നല്ലോണം ഇടാം. കുരുമുളകിൻ്റെ വേറെ പൊടിയില്ല. ആ, ഇത് ചതഞ്ഞ പോലെ. അപ്പം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ചതയാത്ത പോലെ കുരുമുളക് കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മളിത് മസാല വരക്കി വെച്ചിട്ടുണ്ട്, മസാല ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനി നമ്മൾ കുക്കറിനകത്താണ് കഴിക്കുന്നത്. കുക്കറിനകത്താണ് വേഗം. ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. വീട്ടിനകത്ത് വെള്ളം ഉണ്ടാവില്ല. ലേശം കറണ്ട വെള്ളം വീട്ടിൽ തന്നെ ഉണ്ടാവും. അടുപ്പിൽ പട്ടിക്കില്ല വേസ്റ്റ് വെച്ചോ. എന്റെ പുള്ളു കിട്ടുന്നുണ്ടോ? പുള്ളു കാണാൻ നമ്മളെ കുട്ടിന് ആട് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കുട്ടി സെറ്റായിനോ. നമുക്ക് കൈ കൊണ്ട് കുത്തിയിടാവേ. ഒരു കുറ്റി പൂത്തിട്ടു, അടുത്ത കുറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂത്തിൻ്റെ പൊടി കയറിപ്പോയി. ആ കൈക്ക് നേരം പിടിക്കാൻ പോയതാ. നമ്മുടെ വെള്ളം കൊടുന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട്. മുറ്റത്തെത്തും തെന്നലേ മുട്ടിട്ടെന്തോ ചെമ്പകം അവളൻ കളിത്തോടെ ഓ അഴകാ കളിത്തോഴി. വെറുതെ രസത്തിന് പാടുന്നതാണ്, പാടാനൊന്നും അറിയില്ല. വെറുതെ എപ്പം വായാലും മൂളിപ്പാട്ട് എന്തെങ്കിലും ഒരു പാട്ടായിട്ട് ഉണ്ടാവും. ഇതൊരു ശീലമായിപ്പോയി, അതുകൊണ്ട് പാടുന്നതാണ്. ആരൊന്നും വിചാരിക്കണ്ട. ഇനിയിപ്പോൾ സ്കൂളെല്ലാം തുറക്കാനായില്ലേ, ഇനി വീണ്ടും ആൾക്കൂട്ടത്തിൽ തനിച്ചാവാൻ പോവല്ലേ നിവേദിക്കതേ. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒറ്റക്കല്ലേ, അതെന്തോ പോലെ ആയിരിക്കും. മക്കൾ പോകുന്ന ഓർപ്പിനും തന്നെ എന്തോ പോലെ ആകുന്നുണ്ട്. അവരെ പഠിക്കാൻ വിടാതിരിക്കാൻ പറ്റൂലല്ലോ. അവര് പഠിച്ച് മിടുക്കരായി വരട്ടെ. കറണ്ട് പോയി കൂട്ടുകാരെ, കറണ്ട് പോയി. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് രസമില്ല. വീഡിയോയിൽ ഇരുളായിരിക്കും അല്ലേ, പെട്ടുണ്ടാ. അമ്മമ്മ പണിന്ന് കാണിച്ചുവിട്ടെ. അമ്മമ്മ കണ്ടു കിടക്കില്ല. അപ്പൊ ഞാൻ മല്ലിപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. നമുക്ക് വേണം 2 ടേബിൾ സ്പൂൺ. കുരുമുളകിൻ്റെ നല്ല എരിവുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ട് വെക്കാം.
കാശ്മീരിയാ പിന്നെ നമ്മളെ മീറ്റ് മസാല അത് കുറച്ചധികം ഇടുന്നുണ്ട് ഞാൻ. പിന്നെ അളവൊന്നുമില്ല, ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. ഇതങ്ങോട്ട് നിങ്ങളുടെ കറിവേപ്പില എടുക്കാനാ കഴുകി എത്തിക്കുക. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ഉരുളി വെച്ച് കൊടുക്കുവാണ്. കറിയായിട്ട് തന്നെ ഇപ്പം നമ്മൾ നിവേദ് നമുക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് തന്നിട്ടുണ്ട്. നമുക്ക് അതിലൊന്ന് വഴറ്റിയെടുക്കണം. ഗ്യാസ് മോട്ടറിന് ഇവിടെ തന്നെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞ ഡസ്റ്റിയുടെ വെക്കുവാണെങ്കിൽ അതല്ല വേറെ അല്ല, ഇത് മാത്രം മാറ്റണം. അമ്മ കുറ്റി അതിൻ്റെ അടി വെക്കണം. ഇത് നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കട്ടെ. അപ്പുറത്ത് കത്തിക്കാം, ഞാൻ അധികം അപ്പുറത്തേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലെടുത്ത് ഞാൻ പാത്രത്തിൽ പാത്രമെല്ലാം എടുക്കുന്നതിനനുസരിച്ച് കഴുകി വെക്കുന്നതുകൊണ്ട് വലിയൊരു ആശ്വാസം. സ്കൂളിൽ പോവാനായില്ലേ? സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ കൂട്ടുകാരോടെല്ലാം നമ്മളെ വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ പറയണേ. ഇപ്പം നികേതിനോട് മാത്രമല്ല, നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരോടും പറയുകയാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണേ. എന്നാലേ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വരാൻ പറ്റൂല്ലേ. കൂട്ടുകാരുടെ നാട്ടിലെല്ലാം മഴയുണ്ട്, വീട്ടിലും ഭയങ്കര മഴയാണ്. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റൂല. കറണ്ട് രാവിലെ പോയി. അപ്പോൾ ഇപ്പോൾ സവോള ഇളക്കി കൊടുക്കുന്നത് നമ്മളെ നികേത് കൂട്ടനാണ്. വീഡിയോ എടുക്കുന്നത് നികേതാണ്. അതിന് ഭയങ്കര ആഗ്രഹം ഇളക്കണം. ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, രണ്ട് ആൺകുട്ടികളല്ലേ, പണിയെല്ലാം പഠിക്കുന്നത് നല്ലതാണ്. പുറത്തെല്ലാം ഒറ്റക്ക് പോയി പഠിക്കാനെല്ലാം പോകുമ്പോൾ എവിടെയെങ്കിലും റൂമെല്ലാം എടുത്ത് ഭക്ഷണമെല്ലാം പാചകം ചെയ്ത് കഴിക്കേണ്ടി വന്നാൽ ഇവർക്ക് കഴിക്കാമല്ലോ. ഇടയ്ക്ക് ഓരോ പണിക്കെല്ലാം കൂട്ടുന്നത് നല്ലതാണ്. കുട്ടിനുള്ള തേങ്ങയെല്ലാം നിവേദ ചരണ്ടി തന്നെ. നിവേദ അത്യാവശ്യം എല്ലാ പണിക്കും കൂടും. ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുവാണേ. ആ കഴുകുവാണ്, കഴുകിയിട്ടോ. തന്നെടാല്ലേ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. നല്ല ഞാൻ സാധാരണ പൊടി തന്നെയാണ് സെപ്പറേറ്റാ വറുക്കൽ. ഇന്ന് ഈ സവോളേൻ്റെ കൂടെ ഇങ്ങനെ വറുക്കുന്നത്.
അപ്പോൾ നമ്മൾ മസാല ഇത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് എങ്ങനെയായി നമുക്ക് നോക്കാം. എയറിലും പോയി എന്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പറുടെ കപ്പിൽ വേണം ലേശം എടുത്ത് തരാം. അത് കത്തിക്കല്ല സൂപ്പ് നമ്മളെ പിടിക്കാൻ വേണ്ടി അതില്ല തരാം. കുടിക്കുവോ? കുരുമുളകിൻ്റെ എരിവുണ്ട്. കൈമാറ്റി സൂപ്പ് കുറച്ച് മതി. അപ്പൊ ആഹാ അതെങ്ങനെ എൻ്റെ കറി സെറ്റ് ആവുന്നുണ്ട്. കൊറോണയാണോ? ഇല്ല, കരട്ടെ. അടിപൊളി. തൊണ്ടെന്ന് പോവുമേ മെല്ലെ ആക്രാന്തം കാണിക്കാതെ ഇത് നമ്മളിപ്പം നമ്മുടെ എല്ലുകറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുപ്പെടുത്ത് അടച്ചു വെക്കട്ടെ. പിന്നെ ചോട്ടെ വേണ്ട, അവിടെ പോയി എനിക്ക് വേണം. എനിക്ക് വേണം. അപ്പൊ കൂട്ടരെ അപ്പൊ ഞാനത് കഴുകി വെച്ചാൽ എന്റെ പണി പോകും. ഞാനത് കൈയോടെ കഴുകി വെക്കട്ടെ. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകുന്നുണ്ട്. ഉണ്ടാ വറ്റിച്ചെടുക്കുന്നില്ലേ? എല്ലുകറിയാണ്. അമ്മേ ഇതപ്പൊ കപ്പേരോണ്ടിടൂലേ? തീ കുറച്ച് വെക്കട്ടെ. അപ്പൊ എന്നിട്ട് നമ്മളെ കപ്പ ഇത് അടുപ്പത്തുണ്ട്. കപ്പ കാണിച്ചിട്ടുണ്ട്. നമ്മളെ കപ്പ അടുപ്പത്തുണ്ട്. പട്ടിക്കിലെ വേസ്റ്റ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. അപ്പം നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം. ബൈ ബൈ.